നമ്മുടെ സിനിമാ നടൻ പത്മശ്രീ മമ്മൂട്ടി സാറ് പറയുന്ന വാക്കുകൾ എല്ലാ മലയാളികളും ഒന്ന് കേൾക്കണം. നമ്മളെല്ലാവരും വലിയ അഭിമാനത്തോടെ പറയുന്നതാണ്, നമുക്കൊക്കെ ഭയങ്കര കൾച്ചറാണ്, നമ്മൾ ഭയങ്കര സംസ്കാര സമ്പന്നരാണ് എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്താണ് ഈ സംസ്കാരം, എന്താണ് ഈ കൾച്ചർ എന്ന് പറയുന്നത്. കാര്യമായിട്ടുള്ള പിടിപാടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയത്, എന്റെ അഭിപ്രായം മാത്രമാണ്, സംസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സാന്നിധ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എന്നതാണ്. ഈ ലോകത്ത് നമ്മൾ മാത്രമല്ല, നമ്മളെപ്പോലെ കോടിക്കണക്കിന് മനുഷ്യർ കൂടെ അല്ലെങ്കിൽ മറ്റു ജീവികൾ കൂടെ ജീവിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അവർക്ക് കൂടെ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി, അവർക്ക് കൂടെ അവകാശപ്പെട്ടതാണ് ഈ വായുവും ജലവും എല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ സംസ്കാര സമ്പന്നരാകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിദ്യാഭ്യാസം സംസ്കാരവുമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവർക്ക് മാത്രമേ സംസ്കാരം ഉണ്ടാകൂ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. എന്റെ അനുഭവം അങ്ങനെയല്ല. പക്ഷെ വിദ്യാഭ്യാസം സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സംസ്കാരം തിരിച്ചറിയാൻ പറ്റും, കുറച്ചുകൂടെ സംസ്കാരത്തെ പറ്റി പഠിക്കാനും അറിയാനും സാധിക്കുന്നതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമേ സംസ്കാരം ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ സംസ്കാര സമ്പന്നരെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ കാണാറില്ല. എന്റെ അനുഭവം അങ്ങനെ അല്ലതാണ്. മതേതരത്വം അല്ലെങ്കിൽ മത സഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് സംസ്കാരത്തെ പറ്റി പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് മതങ്ങൾ അങ്ങോട്ട് പൊക്കോട്ടെ, മതങ്ങൾ നമ്മൾ ഉദ്ധരിക്കാൻ വിടണ്ട. നമ്മൾ മനുഷ്യരെ വിശ്വസിക്കുകയല്ലേ കുറച്ചുകൂടെ നല്ലത്. മനുഷ്യർ പരസ്പരം വിശ്വസിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മതം. മതങ്ങൾ വിശ്വസിച്ചോട്ടെ, വിരോധമില്ല. പക്ഷെ നമ്മൾ പരസ്പരം വിശ്വസിക്കണം. പരസ്പരം നമ്മൾ കാണേണ്ടവരാണ്, പരസ്പരം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. നമ്മളെല്ലാവരും ഒരേ വായു വിശ്വസിച്ച് ഒരേ സൂര്യവെളിച്ചത്തിൽ ജീവിക്കുന്ന, ഒരേ സൂര്യവെളിച്ചത്തിന്റെ എനർജി കൊണ്ട് ജീവിക്കുന്നവരാണ്. സൂര്യനും മഴയ്ക്കും വെള്ളത്തിനും ഒന്നും മതവുമില്ല, ജാതിയുമില്ല, രോഗങ്ങൾക്കുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇതിലെല്ലാം ഒരുപാട് വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. നമ്മളിൽ തന്നെയുള്ള നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മൾ ജയിച്ചാൽ മാത്രമേ ഈ ലോകത്ത് നന്മയുണ്ടാവൂ. അത് തന്നെയാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരം തന്നെ തുടരട്ടെ, ആ യുദ്ധം നടക്കട്ടെ, യുദ്ധത്തിൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.